റേഡിയോയെ പറ്റി രണ്ട് വാക്ക് ഞാൻ പറയാം. അപ്പോൾ ലക്ഷ്മി വർക്കിലേക്ക് സ്വാഗതം. റേഡിയോ എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സംഭവം തന്നെയാണ്. റേഡിയോ നമ്മളിപ്പോൾ ഞാൻ പഴയ ഓരോ സിനിമ കാണുമ്പോഴും അപ്പോൾ റേഡിയോ അതിൽ നായകന്മാർ പിടിച്ചുകൊണ്ട് പാർക്കിലൊക്കെ പോകുന്നതും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു റേഡിയോ, ഇതുപോലെ ബാറ്ററി ഉള്ള റേഡിയോ ഓരോ ടൂറിന് പോകുമ്പോൾ കൊണ്ടുപോകണം എന്നൊക്കെ എനിക്ക് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു. അത് സാധിച്ചില്ല. എങ്കിൽ തന്നെ ഇപ്പം വളരെയധികം റേഡിയോ ആണ് ഞാൻ പണിത് വിടുന്നത്. ഇവിടെയും റേഡിയോ 2-3 ഇരിപ്പുണ്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ റേഡിയോയെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് രാവിലെ സുപ്രഭാതം കേട്ട് എണീക്കുന്ന ഒരു രസം തന്നെയാണ്. അത് സ്ത്രീകൾക്ക് അടുക്കളയിലായാലും അത് ഓണാക്കി വെച്ചിരുന്ന അവർക്ക് ഒരു ഇപ്പം ഭർത്താവിന് ജോലിക്ക് പോകണമെങ്കിൽ അതിൻ്റെ കറക്റ്റ് സമയം അറിയാനും, പിന്നെ കാലാവസ്ഥ അറിയാനും, പിന്നെ ട്രെയിനിൻ്റെ സമയം, പല പല പരിപാടികൾ നമുക്ക് കേൾക്കാം. കീർത്തനങ്ങളും അതിൽ വളരെയധികം കേൾക്കാൻ സാധിക്കും. അതൊരു ഭയങ്കര സംഭവമാണ്. അത് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് തണുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റേഡിയോ എന്ന് പറഞ്ഞാൽ ഓരോ വീടുകളിലും ഓരോ റേഡിയോ ഇരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. നമുക്ക് പല പല കാര്യങ്ങൾ അറിയാം. പിന്നെ ഓണം ആയാലും ക്രിസ്മസ് വന്നാലും റംസാൻ വന്നാലും റേഡിയോയിൽ പല പല പരിപാടികൾ സംപ്രേഷണം ചെയ്യും. ആദ്യമൊക്കെ എൻ്റെ കുഞ്ഞുനാളിൽ കേട്ടുകൊണ്ടിരുന്ന ആകാശവാണി തൃശ്ശൂർ, ആലപ്പുഴ, കോഴിക്കോട്, കവരത്തി എന്നാണ് സംപ്രേഷണം ചെയ്തുകൊണ്ടിരുന്നത്. അവരുടെ സംപ്രേഷണം നല്ലത് തന്നെയാണ്. അത് കേൾക്കാനൊരു രസമുണ്ട്. അപ്പോൾ റേഡിയോ ഒരു സംഭവമാണ്. എല്ലാ വീടുകളിലും ഓരോ റേഡിയോ വെച്ച് മേടിച്ച് വയ്ക്കുന്നത് ഏറ്റവും നല്ലതാണ്. എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ എത്ര സംവിധാനം വന്നാലും റേഡിയോ എന്നുള്ളത് ഒരു മഹാസംഭവം തന്നെയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.